ഹലോ മക്കളെ, ഇന്ന് മിസ് നിങ്ങളെ കാണാൻ എത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അടിപൊളിയായിട്ട് ഒരു യൂസ്ഫുൾ കാര്യം പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. മറ്റൊന്നുമല്ല, നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഒരു ബോർഡ് എക്സാമിന് ഫേസ് ചെയ്യാൻ പോകുന്നത്. കുറേ കോണ്ടെക്സും ഓരോ സബ്ജക്റ്റ് വൈസ് ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അതിനെ എങ്ങനെ ക്രിസ്പായിട്ട് പഠിക്കാം, എങ്ങനെയൊക്കെയാണ് നമ്മൾ ഇതിനെ വളരെ ചെറുതാക്കി കൊണ്ടുവന്ന് ടോപ്പിക്കും അതുപോലെ തന്നെ കോണ്ടന്റും പഠിച്ചെടുക്കുക എന്നുള്ളതാണ്. അതിൻ്റെ കൂടെ തന്നെ പറയാനുള്ളത് ഹെൽത്തി ഹാബിറ്റ്സ് ടു ഗെറ്റ് ഗുഡ് സ്കോർസ്. നമുക്ക് നല്ല ഒരു ടോപ്പ് സ്കോർ ലെവലിലേക്ക് എത്തണമെങ്കിൽ കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യം ആദ്യം തന്നെ ഞാൻ പറയട്ടെ. നല്ലൊരു ഹെൽത്തി ഹാബിറ്റ് നമുക്ക് വേണം. നല്ല രീതിയിൽ നിങ്ങൾ ഉറങ്ങണം. ഒരു 5-6 മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് ഉറക്കം വേണം. അതിനുശേഷം നിങ്ങൾ പഠിക്കാൻ വേണ്ടി ഇരിക്കാം. ഇനി പഠിക്കുന്ന സമയം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളതിന് നിങ്ങൾ കുറച്ച് കൂടുതൽ ടൈം എടുത്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാം. മൂന്നാമത്തെ കാര്യം നമ്മുടെ ഫുഡാണ്. നല്ല രീതിയിലുള്ള ന്യൂട്രിയൻസ് കിട്ടുന്ന പ്രോപ്പർ റുട്ടീൻ തന്നെ നിങ്ങൾ ഫുഡിന് വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അതുപോലെ തന്നെ എക്സസൈസും എപ്പോഴും ഇരുന്ന് പഠിക്കാതെ ഇടയ്ക്ക് എണീറ്റ് നടക്കുകയും അതുപോലെ നിങ്ങളുടെ ബോഡി മൂവ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തണം. എങ്കിൽ മാത്രമേ നമ്മൾ ഫ്രഷ് ആയിട്ട് പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാനും പറ്റും. ഇനി മിസ് പറയാൻ വന്ന അടുത്ത ട്രിക്ക് മറ്റൊന്നുമല്ല, എങ്ങനെയാണ് നമുക്ക് വളരെ ക്രിസ്പായിട്ട് നമ്മൾ പഠിക്കുന്ന കോൺസെപ്റ്റിനെ ചെറിയ ചെറിയ നോട്ട്സിലേക്ക് ആക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടൊരു ബെസ്റ്റ് മെത്തേഡാണ് കോർണേഴ്സ് വേ ഓഫ് നോട്ട് മേക്കിംഗ്. എങ്ങനെയാണെന്ന് മിസ് പറഞ്ഞു തരാം. അതിനായിട്ട് ആദ്യം നിങ്ങൾ എടുക്കണം, നിങ്ങൾക്ക് ഒരു നോട്ട്ബുക്ക് ഉണ്ടെങ്കിൽ ആ നോട്ട്ബുക്കിന് ഒരു പേജ് എടുക്കും, അതിനെ രണ്ടായിട്ട് നിങ്ങൾ മാറ്റാം. അതായത് ഒരു ചെറിയ പോർഷനും ഒരു വലിയ പോർഷനും. ഈ ചെറിയ പോർഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, മേജർ ടോപ്പിക്സ്, അതായത് ഇന്ന് നമ്മളിപ്പോൾ നിങ്ങളൊരു ക്ലാസ്സിൽ ഇരിക്കുകയാണെങ്കിൽ അതിൻ്റെ ലെക്ചേഴ്സ് ആദ്യം തന്നെ പഠിക്കാൻ പോകും. ഇപ്പോൾ നമ്മുടെ ന്യൂട്രീഷൻ ആണെങ്കിൽ ന്യൂട്രീഷൻ എന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഒരു മെയിൻ ടോപ്പിക്ക് സൈഡിൽ കൊടുക്കാം. നമ്മുടെ വലിയ ലാർജ് ഏരിയയിൽ നമ്മൾ എന്ത് ചെയ്യുക, ഓക്കെ, ആ ക്ലാസ്സിൽ എടുക്കുന്ന കാര്യത്തിന് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്, ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് കിട്ടുന്ന ഫുഡ് ടേക്ക് ചെയ്യുന്ന മെത്തേഡാണെന്ന് നമ്മൾ എഴുതുന്നു. അത് കഴിഞ്ഞിട്ടോ അതിനെ രണ്ടായിട്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്, ഓട്ടോട്രോഫിക് അതുപോലെ തന്നെ ഹെറ്ററോട്രോഫിക് എന്ന് ചെറിയ സബ് ഹെഡിങ്സ് ആയിട്ട് മാറ്റുന്നു. അതിൽ തന്നെ ഓട്ടോട്രോഫിക് ജസ്റ്റ് ഒരു വേർഡ് വെച്ച് നിങ്ങൾ എഴുതാം, സെൽഫാണ് എന്നുള്ളതും. അതുപോലെ തന്നെ ഹെറ്ററോട്രോഫിക് എന്ന് പറഞ്ഞാലോ ഡിപ്പെൻഡിങ് ഓൺ അതേഴ്സ്. ഇങ്ങനെ വളരെ ക്യാപ്സ്യൂൾ ഫോമായിട്ട് നോട്ട് എഴുതാം. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, അത് പഠിച്ച കാര്യത്തിൽ തന്നെ നിങ്ങളൊന്ന് ടെക്സ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് തന്നെ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു 2 ക്വസ്റ്റ്യൻസ് എഴുതുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് കൊടുക്കാം, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ന്യൂട്രീഷൻ എന്ന് കൊടുക്കാം. രണ്ടാമതായിട്ട് നിങ്ങൾക്ക് കൊടുക്കാം, വാട്ട് ആർ ദി എക്സാമ്പിൾസ് ഫോർ ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ. പിന്നെയും നമ്മൾ ഹെറ്ററോട്രോഫിക്കിൻ്റെ സബ് കാറ്റഗറീസ് പഠിക്കുന്നുണ്ട്, അതിനും ക്വസ്റ്റ്യൻ എഴുതാം. എന്നിട്ട് ഈ പഠിച്ച കാര്യം ഒന്ന് കവർ ചെയ്ത് വെച്ചിട്ട് സ്വന്തമായിട്ട് നിങ്ങൾ മെമ്മറൈസ് ചെയ്ത് ഇതിൻ്റെ പോയിന്റ്സ് താഴേക്ക് എഴുതാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഠിച്ച കാര്യം വീണ്ടും റിപ്പീറ്റ് ചെയ്ത് റിവൈസ് ചെയ്ത് പോകും. ഇങ്ങനെ ഓരോ ടോപ്പിക്കിനെയും കാറ്റഗറൈസ് ചെയ്ത് വളരെ ഫോമൽ രീതിയിൽ, ക്യാപ്സ്യൂൾ എന്ന രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒരു ബെസ്റ്റ് മെത്തേഡ്, ബയോളജീൻ്റെ കാര്യത്തിൽ വളരെ ബെസ്റ്റ് മെത്തേഡാണ് മൈൻഡ് മാപ്പിംഗ് എന്ന് പറയുന്നത്. ഇതാ മിസ് ഇവിടെ കാണിച്ചിട്ടുള്ള ഇമേജ് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ആ ഹോൾ ചാപ്റ്ററിനെ വളരെ സ്പെസിഫിക് ആയിട്ട് ഒരൊറ്റ പേജിലാണ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ലൈഫ് പ്രോസസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോസസ്സ്, അതിൽ ന്യൂട്രീഷൻ, ട്രാൻസ്പോർട്ടേഷൻ എല്ലാം എഴുതുന്നു. അതിൻ്റെ സബ് ക്ലാസ്സസ് വീണ്ടും മാപ്പിലൂടെ നമ്മൾ ഫ്ലോ ചാർട്ട് പോലെ കണക്ട് ചെയ്ത് പോകുന്നു. അപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ട് മൈൻഡ് മാപ്പ് ഉപയോഗിച്ച് നമുക്ക് പഠിക്കാം. ഓരോ ചാപ്റ്റേഴ്സും നമുക്ക് ഇതുപോലെ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആക്കി ഓരോ പേജിലേക്ക് നമുക്ക് ചുരുക്കിക്കൊണ്ടുവരാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബോർഡ് എക്സാമിൻ്റെ ടൈമിലും ഓരോ ടേം എക്സാമിനും വളരെ ഷോർട്ടായിട്ട് റിവൈസ് ചെയ്യാനും പെട്ടെന്ന് കാര്യങ്ങളെ, അതും കളർഫുൾ പെൻസ് ഒക്കെ യൂസ് ചെയ്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾ ഡെക്കറേറ്റ് ചെയ്ത് നിങ്ങൾക്ക് വളരെ ക്യാച്ച് ആയിട്ട് പഠിക്കാനും പറ്റും. സോ ബയോളജിയുടെ ഒരു ബെസ്റ്റ് മെത്തേഡാണ് ഇത്. നിങ്ങൾ എന്തായാലും എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. കാരണം കുറേ പേര് ഇതിൽ നിന്ന് വളരെ സക്സസ്ഫുൾ ആയിട്ട് പഠിച്ചു വന്നവരാണ്. അതുകൊണ്ട് നല്ല രീതിയിൽ എന്ത് ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കുക. ഇതുപോലെ ടൈം മാനേജ് ചെയ്ത് നല്ല രീതിയിൽ ഓരോ കോൺസെപ്റ്റും ക്ലിയർ ആക്കി പഠിക്കുക. സോ ബോർഡ് എക്സാമിന് ടോപ്പ് സ്കോർ ലെവലിലേക്ക് നിങ്ങളെ ഉയർത്തുക. സോ ഓൾ ദി ബെസ്റ്റ്. ബൈ.